എന്താടാ ഇങ്ങനെയായിപ്പോയി? നിന്റെ പ്രായത്തിലുള്ള കുട്ടികളാക്കുന്നു ആ കല്യാണ വീട്ടിൽ ഓടി നടക്കുന്നു. നീ ഇവിടെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നോ? എപ്പോ നോക്കിയാലും അവൻ അവന്റെ റൂമിൽ തന്നെയാ. അതെങ്ങനെയാ? അവന് ഫ്രണ്ട്സ് വല്ലതും വേണ്ടേ? ഒരൊറ്റ ഫ്രണ്ട്സ് ഇല്ല. ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്നും പിൻവലിയുന്ന ആൾക്കാർ കൂടുന്നിടത്ത് അധികം സംസാരിക്കാത്ത ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവർ ജാടയായിട്ടോ അഹങ്കാരിയായിട്ടോ ആണോ ഇങ്ങനെ സംസാരിക്കാതെ ഇരിക്കുന്നത്? ഇൻട്രോവേർട്ട് അഥവാ അന്തർമുഖൻ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് അവരെ കുറിച്ചാണ്. ഞാനും അവരിൽ പെട്ട ഒരാളാണ്. പൊതുവിൽ ആൾക്കാർ രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തേത് ഈ പറഞ്ഞ ഇൻട്രോവേർട്ടുകളാണെങ്കിൽ, രണ്ടാമത്തേത് എക്സ്ട്രോവേർട്ടുകളാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ സ്വഭാവമുള്ള രണ്ട് സ്വഭാവം കൂടി കൂടിക്കലർന്ന ആംബിവേർട്ടുകളുണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻട്രോവേർട്ടുകളെ കുറിച്ചാണ്. എക്സ്ട്രോവേർട്ടുകൾ ഓടി നടന്ന് സംസാരിക്കാനും ആൾക്കാർ കൂടുന്നിടത്ത് പോകാനും ആൾക്കാരോട് സംസാരിക്കാനുമെല്ലാം ഒരുപാട് ഇഷ്ടമുള്ളവരാണ്. അവർക്ക് ആൾക്കൂട്ടത്തിൽ കൂടുതൽ എനർജി കിട്ടുമ്പോൾ ഇൻട്രോവേർട്ടുകൾ ആൾക്കൂട്ടത്തിലെത്തിയാൽ എനർജി കുറയുകയാണ് ചെയ്യുക. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ തൻ്റെ അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ള തൻ്റെ കംഫോർട്ട് സോണിൽ പെടുന്ന ആൾക്കാരുടെ കൂടെ ഇരിക്കുമ്പോൾ മാത്രമാണ് ഇൻട്രോവേർട്ടുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. എന്നാൽ ഒറ്റയ്ക്കിരിക്കുക എന്നത് എക്സ്ട്രോവേർട്ടുകൾക്ക് ജയിലിൽ ഇരിക്കുന്ന പോലെയാകും. ഇതൊക്കെ കൊണ്ട് തന്നെ എക്സ്ട്രോവേർട്ടുകൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകും. ഇൻട്രോവേർട്ടുകൾക്ക് വളരെ ചുരുക്കം ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇല്ല എന്നും വരാം. സമൂഹത്തിൽ ഈ രണ്ട് കൂട്ടരും എണ്ണത്തിൽ ഏകദേശം ഒരുപോലെയാണെങ്കിലും എല്ലാവർക്കും പൊതുവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് ഇഷ്ടം. അതായത് എക്സ്ട്രോവേർട്ടുകളോടാണ് സമൂഹത്തിന് പ്രിയം. അധികവും സമൂഹം സ്മാർട്ട് എന്ന് വിളിക്കുന്നതും നല്ല പെരുമാറ്റം എന്ന് പറയുന്നതും നല്ല ആളാണെന്ന് വിലയിരുത്തുന്നതും എല്ലാരോടും കൂടുതൽ സംസാരിക്കുന്ന, പെട്ടെന്ന് ആൾക്കാരോട് കൂട്ടുകൂടുന്ന, ഒരു ഗ്രൂപ്പിൽ കൂടുതൽ ആക്റ്റീവായ ആളുകളെ ആയിരിക്കും. അധികം സംസാരിക്കാത്ത ഇൻട്രോവേർട്ടുകൾ ഒരുപാട് കളിയാക്കലുകളും വീട്ടുകാരുടെ ചീത്ത പറച്ചിലുകളും, നല്ല സ്വഭാവമല്ല, അഹങ്കാരിയാണ്, ആൾക്കാരോട് പെരുമാറാൻ അറിയില്ല എന്നുമൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. മറ്റുള്ളവരെ പോലെ നടന്നൂടെ, അതായത് എക്സ്ട്രോവേർട്ടുകളെ പോലെ നടന്നൂടെ എന്ന ഉപദേശവും കിട്ടിയിട്ടുണ്ടാകും. ഇതൊക്കെയാണ് ഇൻട്രോവേർട്ടുകളുടെ ജീവിതം വളരെ പ്രയാസകരമാക്കുന്നത്. ഇൻട്രോവേർട്ട് ആകുന്നത് എന്തോ മാനസിക രോഗം പോലെയാണെന്നാണ് സമൂഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടോ ജാട കൊണ്ടോ ആണ് ആൾക്കാരോടും ആൾക്കൂട്ടത്തിലൊന്നും അധികം സംസാരിക്കാത്തത് എന്നാണ് എല്ലാവരും കരുതുന്നത്. നമ്മൾ മനുഷ്യർ ഇങ്ങനെ രണ്ട് സ്വഭാവങ്ങളുള്ള ആൾക്കാരാണെന്നും അത് സ്വാഭാവികമാണെന്നുള്ള ധാരണ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിനില്ല. അതുകൊണ്ടാണ് ഇൻട്രോവേർട്ടായ പല ആളുകളും എങ്ങനെ എക്സ്ട്രോവേർട്ട് ആകണം എന്ന് ആലോചിച്ച് നടക്കുന്നത്. എക്സ്ട്രോവേർട്ടുകൾ ആകാതെ ജീവിതത്തിൽ ജയിക്കാൻ പറ്റില്ല, അവരുടെ സ്വഭാവമാണ് നല്ല സ്വഭാവം എന്ന് വിചാരിക്കുന്നവരാണ് ഇൻട്രോവേർട്ടുകളിൽ തന്നെ ഭൂരിഭാഗം പേരും. അങ്ങനെയാണ് നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത്. അവരെ മാത്രമാണ് എല്ലാവർക്കും ഇഷ്ടവും. ഇൻട്രോവേർട്ടുകളെ കൊണ്ട് സംസാരിപ്പിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുന്നവർ വരെയുണ്ട്. ശരിക്കും ഇൻട്രോവേർട്ടുകൾ എക്സ്ട്രോവേർട്ട് ആകേണ്ട ആവശ്യമുണ്ടോ ജീവിതത്തിൽ ജയിക്കാൻ? അങ്ങനെ ഒരിക്കലും ആകാനും പറ്റില്ല, ആകേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജയിച്ച, ലോകം മാറ്റിമറിച്ച മിക്കവാറും ആൾക്കാരെല്ലാം ഇൻട്രോവേർട്ടുകളായിരുന്നു. അത് സയന്റിസ്റ്റുകളായാലും ബിസിനസ്സുകാരായാലും പൊളിറ്റീഷ്യന്മാരായാലും ഇനി സിനിമാ നടന്മാരായാൽ പോലും. സയന്റിസ്റ്റായ ഐൻസ്റ്റീനും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ എഡിസണും ഇൻട്രോവേർട്ട് ആയിരുന്നു. ഇന്നത്തെ ബില്യനേഴ്സായ എലോൺ മസ്കും വാരൻ ബഫറ്റും ബിൽഗേറ്റ്സും ആമസോണിന്റെ ജെഫ് ബെസോസും ഫേസ്ബുക്കിന്റെ മാർക്ക് സക്കർബർഗും എല്ലാം ഇൻട്രോവേർട്ടുകളാണ്. ഇന്ത്യയിലെ മുകേഷ് അംബാനിയും രത്തൻ ടാറ്റയും ഇൻട്രോവേർട്ടുകളാണ്. എബ്രഹാം ലിങ്കണും ഗാന്ധിജിയും ഇൻട്രോവേർട്ടുകളായിരുന്നു. ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റീഷ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇൻട്രോവേർട്ടാണ്. ക്രിക്കറ്റ് താരങ്ങളായ സച്ചിനും ദ്രാവിഡും ധോണിയും എല്ലാം ഇൻട്രോവേർട്ടുകളാണ്. നടന്മാരായ മോഹൻലാലും ഫഹദ് ഫാസിലും വിജയും ഷാറുഖ് ഖാനും അമീർ ഖാനും എല്ലാം ഇൻട്രോവേർട്ടുകൾ തന്നെ. ഇങ്ങനെ ലിസ്റ്റ് എടുത്താൽ ഒരുപാടുണ്ടാകും. ഇവരൊന്നും എക്സ്ട്രോവേർട്ട് ആകാൻ ശ്രമിച്ചിട്ടില്ല. ഇൻട്രോവേർട്ടുകളുടെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് ഒരുപാട് സമയം ഉണ്ടാകും എന്നതാണ്. സംസാരിക്കാനും ചുറ്റിക്കറങ്ങാനും ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ട് സമയം എപ്പോഴും അവരുടെ ഭാഗത്തായിരിക്കും. കൂടുതൽ വായിക്കാനും പുതിയ അറിവുകൾ കണ്ടെത്താനും അതുകൊണ്ട് തന്നെ കൂടുതൽ അനലൈസ് ചെയ്യാനും ചിന്തിക്കാനും ഒരു കാര്യം കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്താനും അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാനും എല്ലാം ഇൻട്രോവേർട്ടുകളുടെ അടുത്ത് ഇഷ്ടംപോലെ സമയം ഉള്ളത് കൊണ്ട് എക്സ്ട്രോവേർട്ടുകളെക്കാൾ പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത് ചിന്തിച്ച് ചെയ്യേണ്ട മേഖലകളിൽ കൂടുതൽ തിളങ്ങാൻ അവർക്ക് സാധിക്കും. അയ്യോ ഞാൻ ഇങ്ങനെയായി പോയേ എന്ന് സഹതപിക്കുന്ന ഒരു ഇൻട്രോവേർട്ട് ആണ് നിങ്ങളെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവരെക്കാൾ ഒരുപാട് കഴിവുകൾ കൂടുതലുള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ ഈ ഇൻട്രോവേർട്ട് ക്യാരക്ടർ പോസിറ്റീവായി നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾ എക്സ്ട്രോവേർട്ടുകളെ പോലെ ആകാൻ ശ്രമിക്കാതെ നിങ്ങളുടെ ഇൻട്രോവേർട്ട് ക്യാരക്ടർ ആക്സെപ്റ്റ് ചെയ്യുക. ഈ ക്യാരക്ടർ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ സ്കില്ലിന് പറ്റിയ, നിങ്ങളുടെ ക്രിയേറ്റീവ് ക്യാരക്ടർ വെച്ച് ചെയ്യാനും പറ്റിയ ഒരു കരിയർ തിരഞ്ഞെടുക്കുക. അതിൽ നിങ്ങൾക്ക് ജയിക്കാനും കൂടുതൽ ഉയരത്തിലെത്താനും കഴിയും. മറ്റുള്ളവർ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുമോ ഇഷ്ടപ്പെടുമോ എന്ന് പേടിച്ചും സങ്കടപ്പെട്ടും ടെൻഷൻ അടിച്ചും സമയം കളയാതെ നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുക. ഇനി നിങ്ങൾക്കധികം ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായി കണ്ടു ജീവിക്കുക. നിങ്ങളുടെ പോസിറ്റീവ് ക്യാരക്ടറുകൾ എപ്പോഴും ഓർക്കുക, അതിൽ അഭിമാനിക്കുക. നിങ്ങൾക്ക് കംഫോർട്ടായ
നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന, നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നവരെ മാത്രം കൂടെ കൂട്ടുക. സമൂഹത്തോട് പറയാനുള്ളത്, ഇൻട്രോവേർട്ട് ആവുക എന്നത് അബ്നോർമൽ അല്ല, നോർമലാണ്. അവർക്ക് അവരുടേതായ പോസിറ്റീവുകളുണ്ട്, എക്സ്ട്രോവേർട്ടുകൾക്ക് അവരുടേതായതും. അവരെ കമ്പയർ ചെയ്യാതിരിക്കുക, അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക. ഒരുപാട് സംസാരിക്കും എന്നത് സ്മാർട്ട് ആകുന്നതിൻ്റെയോ ഇന്റലിജന്റ് ആകുന്നതിൻ്റെയോ നല്ല സ്വഭാവം ആകുന്നതിൻ്റെയോ അടിസ്ഥാനം അല്ല. അതുപോലെ അധികം സംസാരിക്കാതിരിക്കുന്നത് അഹങ്കാരത്തിൻ്റെയോ ജാടയുടെയോ ലക്ഷണം ആകണമെന്നുമില്ല. ഇങ്ങനെ രണ്ട് സ്വഭാവങ്ങളുള്ള ആൾക്കാരുണ്ടെന്നും അത് നോർമൽ ആണെന്നും മനസ്സിലാക്കി സംസാരത്തിന്റെ പേരിൽ ഒരാളെ വിലയിരുത്താതിരിക്കുക, അവരവരുടെ പാടിന് വിടുക. ഒരാൾ നല്ല മനുഷ്യനാണോ എന്ന് തീരുമാനിക്കുന്നത് അയാൾ എത്രത്തോളം സംസാരിക്കും എന്നതിലല്ല, മറിച്ച് അയാൾ മറ്റുള്ളവരുടെ ഫീലിങ്സ് എത്രത്തോളം മനസ്സിലാക്കും എന്നതിലാണ്. അതായത് എത്രത്തോളം എമ്പതി ഉണ്ട് എന്നതിലാണ്. നിങ്ങൾ ഒരു ഇൻട്രോവേർട്ടാണോ? നിങ്ങളുടെ ക്യാരക്ടർ മറ്റുള്ളവർ വിലയിരുത്തുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കൂട്ടത്തിൽ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ.